നമസ്കാരം. പ്രവാസ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം. ദുബായ് റോഡിൽ ഗർദൂത്തിലുണ്ടായ വാഹനാപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട 10 വയസ്സുകാരി ആശുപത്രി വിട്ടു. പരുക്കുകൾ തീരമായ പെൺകുട്ടി ഇപ്പോൾ അബുദാബിയിലെ ബന്ധുവിന്റെ വീട്ടിൽ ഇവരുടെ പരിചരണത്തിലാണുള്ളത്. മറ്റൊരു വാർത്തയിലേക്ക്. മലയാളി യുവാവ് റാസൽ ഗൈമയിൽ ഹൃദയാഘാതം മൂലം അന്തരിച്ചു. കോഴിക്കോട് സ്വദേശി ജംഷീദ് 40 വയസ്സാണ് അന്തരിച്ചത്. റാസൽ ഗൈമ അൽ ഗൈൽ ബർഗർ സ്പോട്ട് കഫ്റ്റീരിയ ജീവനക്കാരനാണ്. ഹംസ നഫീസ ദമ്പതികളുടെ മകനാണ് മരിച്ചത്. ദൈദ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മൃതദേഹം ഉടൻ നാട്ടിലേക്ക് കൊണ്ടുപോകും. UAE സ്വർണ്ണവില സർവകാല റെക്കോർഡ് ഭേദിച്ചു കുതിക്കുകയാണ്. വെള്ളിയാഴ്ച വൈകിട്ടോടെ ദുബായ് വിപണിയിൽ 22 ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 500 ദിർഹം എന്ന ചരിത്രപരമായ നാഴികക്കല്ലാണ് പിന്നിട്ടിരിക്കുന്നത്. ദുബായ് ജ്വല്ലറി ഗ്രൂപ്പ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 500.25 ദിർഹമാണ് നിലവിലത്തെ വില. 24 ക്യാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 540.25 ദിർഹമായി ഉയർന്നിട്ടുണ്ട്. 21 കാരറ്റിന് 479.775 ദിർഹം എന്ന രീതിയിലേക്കാണ് പോയിരിക്കുന്നത്. 18 ക്യാരറ്റിന് 411.25 ദിർഹം ഗ്രാം, 14 ക്യാരറ്റിന് 320.75 ദിർഹം ഗ്രാം എന്നിങ്ങനെയാണ് മറ്റു വിഭാഗങ്ങളിലെ വില നിലവാരം. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $4,500 കടന്നതായാണ് പ്രാദേശിക വിപണിയിലും പ്രതിഫലിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് UAE സമയം 7:30 സ്പോട്ട് ഗോൾഡ് വില 1.3% വർദ്ധിച്ച് ഔൺസിന് $4,510.35 എത്തുകയായിരുന്നു. അമേരിക്കയിലെ തൊഴിൽ വിപണിയിലെ തളർച്ചയും വെനസ്വേലയിലുമുള്ള രാഷ്ട്രീയ അസ്വസ്ഥതകളും സ്വർണ്ണവില ഉയരുവാൻ പ്രധാന കാരണങ്ങളായി സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേരള ബിസിനസ് ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദ ലീഡർ പരിപാടിയിൽ പങ്കെടുത്തു. കേരളത്തിന്റെ വികസനത്തിൽ പ്രവാസി സമൂഹത്തിന് ഏറെ സംഭാവന അർപ്പിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം KBF അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞു. അംഗങ്ങളുമായി വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം അഭിപ്രായങ്ങൾ പങ്കുവച്ചു. വില്ല വാങ്ങുന്നതിനായി വായ്പ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ദമ്പതികളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 3 അറബ് പൗരന്മാർക്ക് ദുബായ് കോടതി തടവ് ശിക്ഷയും പിഴയും വിധിച്ചു. 6 മാസം തടവിന് പുറമെ തട്ടിയെടുത്ത 8 ലക്ഷം ദിർഹവും നഷ്ടപരിഹാരമായി 1 ലക്ഷം ദിർഹവും ഉൾപ്പെടെ ആകെ 9 ലക്ഷം ദിർഹം ദമ്പതികൾക്ക് തിരികെ നൽകുവാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ശിക്ഷ കാലാവധിക്ക് ശേഷം പ്രതികളെ നാട് കടത്താനും കോടതി നിർദ്ദേശിച്ചു. പ്രമുഖ പ്രോപ്പർട്ടി ഡെവലപ്പറുടെ പ്രതിനിധികളാണെന്നാണ് ചമഞ്ഞുകൊണ്ട് പ്രതികൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലെ പരസ്യം കണ്ടാണ് ദമ്പതികൾ ഇവരുടെയുമായി ബന്ധം സ്ഥാപിച്ചത്. തുടർന്ന് വില്ല വാങ്ങുവാൻ വായ്പാ സൗകര്യം നൽകാമെന്ന് വാഗ്ദാനം നൽകി വിശ്വാസം നേടിയെടുക്കാൻ വ്യാജ കമ്പനി രേഖകളും സർക്കാർ കരാറുകളെന്ന് തോന്നിപ്പിക്കുന്ന രേഖകളുമാണ് ഇവർ നിർമ്മിച്ചത്. ഇത് വിശ്വസിച്ച് വില്ലയ്ക്കുള്ള മുൻകൂർ തുകയെ 8 ലക്ഷം ദിർഹം ദമ്പതികൾ പ്രതികൾക്ക് കൈമാറുകയായിരുന്നു. പണം കൈപ്പറ്റിയ ഉടൻ പ്രതികൾ ഒളിവിൽ പോയി. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ രേഖകളെല്ലാം വ്യാജമാണെന്ന് ദമ്പതികൾ തിരിച്ചറിഞ്ഞത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും പ്രതികളെ പിടികൂടുകയുമായിരുന്നു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ സ്ഥാനാരോഹണ വാർഷിക ദിനത്തിൽ 334 തടവുകാർക്ക് മോചനം നൽകി രാജകീയ ഉത്തരവ്. വിവിധ കേസുകളിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന സ്വദേശികളും വിദേശികളും മോചനം കിട്ടുന്നവരിൽ ഉൾപ്പെടുന്നതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. സുരക്ഷ, പ്രതിരോധ, അഗ്നിശമന മേഖലകളിലെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രദർശനമായ ഇൻഡസ്ട്രിക് ചരിത്രത്തിലെ ഏറ്റവും വലിയ പതിപ്പ് ഈ മാസം 12 മുതൽ 14 വരെ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കും. ദുബായ് തുറമുഖ അതിർത്തി സുരക്ഷാ കൗൺസിൽ ചെയർമാൻ ഷെയ്ഖ് മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ രക്ഷാകർതൃത്വത്തിലാണ് 27ാമത് പതിപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 60-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള 1200 പ്രദർശകരും 1.5 ലക്ഷത്തോളം വ്യാപാര സന്ദർശകരും ഇത്തവണ എത്തുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പ്രദർശന നഗരിയുടെ വിസ്തൃതി 65,000 ചതുരശ്ര മീറ്ററായി ഉയർത്തിയിട്ടുണ്ട്. UK, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, സിംഗപ്പൂർ തുടങ്ങി വിവിധ രാജ്യങ്ങളിലെ പ്രത്യേക പവലിയനുകൾ മേളയുടെ ആഗോള പ്രാധാന്യം വ്യക്തമാക്കുകയാണ്. സുരക്ഷാ നവീകരണത്തിന്റെയും പ്രതിരോധ ശേഷിയുടെയും ആഗോള കേന്ദ്രമെന്ന നിലയിലും ദുബായിയുടെ സ്ഥാനം ഉറപ്പിക്കുന്നതാണ് ഈ പ്രദർശനമെന്ന് സംഘാടകരായ മെസ് ഫ്രാങ്ക്ഫർട്ട് മിഡിൽ ഈസ്റ്റിലെ ഷോ ഡയറക്ടർ ഡിജൻ ഐസക് വ്യക്തമാക്കി. UAE-യിലെ കിഴക്കൻ തീരമേഖലയിൽ കനത്ത മഴ തുടരുന്നു. പുലർച്ചെ മുതൽ ഫുജൈറയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത്. ഫുജൈറയിലെ അൽ അഗ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടിയത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കിഴക്ക് നിന്നുള്ള ന്യൂനമർദ്ദവും പടിഞ്ഞാറ് നിന്നുള്ള ഉയർന്ന മർദ്ദവും സംഗമിക്കുന്നതാണ് ഇത്തരത്തിലൊരു കാലാവസ്ഥയ്ക്ക്, അതായത് അസ്ഥിരമായ കാലാവസ്ഥയ്ക്ക് കാരണമായി കണക്കാക്കുന്നത്. ഉപരിതലത്തിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വടക്കൻ മേഖലകളിലും മഴ കനക്കാൻ സാധ്യതയുണ്ട്. രാജ്യം പൊതുവെ ഭാഗികമായി മേഘാവൃതമാണ് എങ്കിൽ പോലും കിഴക്കൻ വടക്കൻ മേഖലകളിൽ താഴ്ന്ന നിലയിലുള്ള മേഘങ്ങൾ രൂപപ്പെടുന്നത് മഴയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇന്ന് രാത്രിയോടും നാളെ പുലർച്ചയോടും കൂടി തീരപ്രദേശങ്ങളിൽ ഈർപ്പം വർദ്ധിക്കാനും ഇത് മൂടൽമഞ്ഞിന് കാരണമാകാനും സാധ്യതയുണ്ട്.
മൂടൽമഞ്ഞ് കാഴ്ചപരിധി കുറയ്ക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് വാഹനയാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതരുടെ നിർദ്ദേശം. ഇന്ന് പുലർച്ചെ 3:30 മുതൽ രാവിലെ 10 മണി വരെ പലയിടങ്ങളിലും മൂടൽമഞ്ഞ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. കടൽ പൊതുവെ ശാന്തമായിരിക്കുമെങ്കിലും കാറ്റിടയ്ക്കിടെ ശക്തമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത വേണം. കാലാവസ്ഥ മാറ്റങ്ങൾക്കനുസരിച്ച് അധികൃതർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ഗതാഗത വകുപ്പിന്റെ മുന്നറിയിപ്പും കൂടി നൽകിയിട്ടുണ്ട്. ജിദ്ദയിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ മേലാറ്റൂർ സ്വദേശിയുടെ മരണം സംഭവിച്ചിരിക്കുകയാണ്. കാഞ്ഞിരപ്പാറയിലെ ചെർക്കയിൽ മുഹമ്മദ് ഫൈസൽ 49 വയസ്സാണ്. അദ്ദേഹമാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ ഉണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. 26 വർഷമായി ജിദ്ദയിലെ സാറാഫിറയിൽ ബിസിനസ് നടത്തിവരികയായിരുന്നു. 10 ദിവസത്തിന് ശേഷം നാട്ടിലേക്ക് തിരികെ വരുവാനുള്ള ഒരുക്കത്തിനിടയിലാണ് ഇത്തരത്തിലുള്ള ദാരുണ മരണം സംഭവിച്ചിരിക്കുന്നത്. നെസ്ലെ പാൽ ഉൽപ്പന്നങ്ങൾക്ക് ഒമാനിലും വിലക്ക്. സെറുലൈഡ് എന്നറിയപ്പെടുന്ന പദാർത്ഥത്തിന്റെ സാന്നിധ്യമാണ് നടപടിക്ക് കാരണം. ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുതെന്നും ഇവ വിപണിയിൽ നിന്ന് തിരിച്ചുവിളിച്ചതായും ഒമാൻ അറിയിച്ചു. ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും സംശയിക്കപ്പെടുന്ന വസ്തുക്കൾ ഉടനടി നീക്കം ചെയ്യാൻ മന്ത്രാലയം ശുപാർശ ചെയ്തു. ഛർദി, ഓക്കാനം, വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടായാൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ വൈദ്യസഹായം തേടണം. പൗരത്വം നേടുന്നതിനുള്ള നടപടികൾ ലളിതമാക്കിയിരിക്കുകയാണ് ഒമാൻ. പൗരത്വവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ ആഭ്യന്തര മന്ത്രാലയത്തിന് പ്രത്യേക ഫോമുകൾ ഉപയോഗിച്ച് അപേക്ഷകനോ രക്ഷിതാവോ സമർപ്പിക്കണം. അപേക്ഷകൻ വിദേശത്താണെങ്കിൽ ഒമാൻ എംബസികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. 90 ദിവസത്തിനുള്ളിൽ നടപടി പൂർത്തിയാകും. ഒമാനിൽ തുടർച്ചയായി താമസിക്കേണ്ടതിന്റെ ആവശ്യകത ഔദ്യോഗികമായി തെളിയിക്കണം. അപേക്ഷകൾ സാധുവായ പെരുമാറ്റ സർട്ടിഫിക്കറ്റും ക്രിമിനൽ റെക്കോർഡ് ഇല്ലാത്തതിന്റെ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. പരീക്ഷ ജയിച്ചിരിക്കണം. അറബിക് അറിയണം. ആഭ്യന്തര വകുപ്പ് നടത്തുന്ന എഴുത്തു പരീക്ഷയോ അഭിമുഖമോ വിജയിച്ച് അറബിക്കിലെ പ്രാവീണ്യം തെളിയിക്കണം. ഒരു തവണ പരാജയപ്പെട്ടാൽ 6 മാസത്തേക്ക് ശേഷം വീണ്ടും പരീക്ഷ ആവർത്തിക്കാം. പരമാവധി 4 തവണയിൽ കൂടുതൽ അവസരം ലഭിക്കില്ല. പൗരത്വം ലഭിക്കുന്നവർ സുൽത്താനേറ്റിനോട് വിശ്വാസ്യത പുലർത്തണമെന്നും അടിസ്ഥാന നിയമങ്ങൾ, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ എന്നിവ ബഹുമാനിക്കുമെന്നും നല്ല പൗരനായിരിക്കുമെന്നും പ്രാഥമിക കോടതിയുടെ അധ്യക്ഷന് മുൻപാകെ സത്യം ചെയ്യണം. പൗരത്വം ലഭിച്ചവർ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കും ഒമാനി പാസ്പോർട്ട് നേടുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. പൗരത്വം നേടിയതിനു ശേഷം തുടർച്ചയായി 24 മാസത്തിൽ കൂടുതൽ ഒമാന് പുറത്ത് താമസിക്കാൻ കഴിയില്ല. പൗരത്വം നഷ്ടപ്പെട്ടവരോ റദ്ദാക്കിയവരോ പിൻവലിച്ചവരോ ആണെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട്, ID കാർഡ്, മറ്റു ഒമാനി രേഖകൾ എന്നിവ ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റിയിലോ വിദേശത്തുള്ള ഒമാനി എംബസികളിലോ തിരികെ നൽകണം. ഒമാനി പൗരത്വത്തിനുള്ള അപേക്ഷയ്ക്ക് 600 ഒമാനി റിയാലാണ് ഫീസ്. സമർപ്പിക്കുന്ന എല്ലാ രേഖകളും പേപ്പറുകളും അറബിക്കിലുമായിരിക്കണം. സൗദിയുടെ ദേശീയ വിമാന കമ്പനിയായ സൗദിയ ഫെബ്രുവരി 1 മുതൽ കരിപ്പൂർ സർവീസ് തുടങ്ങും. റിയാദ് കിങ് ഖാലിദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കരിപ്പൂരിലേക്കും തിരിച്ചും ആഴ്ചയിൽ 8 വീതം സർവീസാണ് നടത്തുക. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സൗദിയ കോഴിക്കോട്ടേക്ക് എത്തുന്നത്. സൗദിയ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി. കരിപ്പൂരിലേക്ക് സർവീസ് തുടങ്ങുന്നതോടെ ഇന്ത്യയിലെ 7ാമത്തെ നഗരത്തിലേക്ക് സൗദിയ പ്രവേശിക്കുകയാണ്. കൊച്ചി, ബംഗളൂരു, മുംബൈ, ഡൽഹി, ഹൈദരാബാദ്, ലക്നൗ എന്നിവിടങ്ങളിലേക്കാണ് ഇപ്പോൾ സൗദിയ സർവീസ് നടത്തുന്നത്. ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ തുടർന്ന് മേഖലയിലെ വ്യോമഗതാഗതം കടുത്ത അനിശ്ചിതത്വത്തിലാണ്. ദുബായിൽ നിന്ന് ഇറാനിലെ വിവിധ നഗരങ്ങളിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന 6 വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത്. ദുബായ് എയർപോർട്ട് വെബ്സൈറ്റിൽ വിവരങ്ങൾ പ്രകാരം ടെഹ്റാൻ, ഷിറാസ്, മഷ്ഹദ് എന്നീ നഗരങ്ങളിലേക്കുള്ള സർവീസുകളാണ് മുടങ്ങിയിട്ടുള്ളത്. ഫ്ലൈ ദുബായ് അടക്കമുള്ള വിമാന കമ്പനികൾ നേരത്തെ തന്നെ സർവീസുകൾ റദ്ദാക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്. എന്നാൽ വിമാനങ്ങൾ റദ്ദാക്കാനുള്ള ഔദ്യോഗിക കാരണം എയർപോർട്ട് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. യാത്രക്കാർക്ക് പകരമുള്ള ക്രമീകരണങ്ങളെ കുറിച്ചും സൂചനകളൊന്നുമില്ല. റദ്ദാക്കിയ പ്രധാന വിമാനങ്ങൾ ഇവയാണ്: ദുബായ് ടെഹ്റാൻ പ്രധാന വിമാനത്താവളത്തിലേക്കുള്ള 1-ലധികം സർവീസുകൾ, ദുബായ് ഷിറാസ് പ്രക്ഷോഭം ശക്തമായ നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ, ദുബായ് മഷ്ഹദ് തീർത്ഥാടകർ അടക്കമുള്ളവർ ആശ്രയിക്കുന്ന പ്രധാന റൂട്ട്. UAE കൂടാതെ തുർക്കിയിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ടർക്കിഷ് എയർലൈൻസ് ടെഹ്റാനിലേക്കുള്ള തങ്ങളുടെ 5 സർവീസുകളാണ് നിർത്തിവച്ചിട്ടുള്ളത്. ഇറാനിയൻ എയർലൈനുകളുടെ 5 വിമാനങ്ങളും റദ്ദാക്കിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്നാൽ ചില വിമാനങ്ങൾ ഇപ്പോഴും ഷെഡ്യൂൾ പ്രകാരം പറക്കുന്നുണ്ട്. ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും മൂലം ഇറാൻ ഭരണകൂടത്തിനെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന വൻ പ്രതിഷേധങ്ങളാണ് ഈ വിമാന സർവീസുകളെ ബാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജൂണിലെ ഇസ്രയേൽ സംഘർഷവും ഉപരോധവും മൂലം തകർന്ന ഇറാൻ സമ്പദ് വ്യവസ്ഥ പ്രക്ഷോഭങ്ങളുടെ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്.